തൊഴിൽ പാഠങ്ങൾ ഇനി സംസ്ഥാനത്തെ സ്കൂളുകളിലും വിവിധ തൊഴിൽ രംഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ കരിക്കുലത്തിൻ്റെ ഭാഗമാകും ഇതിനുള്ള പാഠപുസ്തകമൊക്കെ തയ്യാറായി എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൃഷിയും വ്യവസായവും ജേർണലിസവും ഒക്കെ ഇനി പഠിപ്പിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഉമേഷ്, എന്തായാലും ഒരു ജീവിതവുമായി ബന്ധമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SK എന്തായാലും സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിൽ വലിയ ഒരു വിപ്ലവത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കരിക്കുലം, അവരുടെ പഠന രീതിയിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ പോകുന്നു. അതിൽ ഏറ്റവും സുപ്രധാനം തൊഴിലുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് 5, 6, 7, 8 ക്ലാസ്സിലെ കുട്ടികളെയാണ് നിർബന്ധമായി വിവിധ തൊഴിലുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. തൊഴിൽ പരിശീലനമല്ല, കാരണം അവർ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തൊഴിൽ പരിശീലിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഇവരെ തൊഴിലുകളെക്കുറിച്ച് പഠിപ്പിക്കും. അത് 11 വിഭാഗങ്ങളാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കൃഷി, വ്യവസായം, ടൂറിസം, വസ്ത്ര വിപണി, കൂടാതെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മാധ്യമ പ്രവർത്തനം, പ്രിന്റിംഗ്, കെട്ടിട നിർമ്മാണം, ധനകാര്യം, കരകൗശലം, ഹരിത സാങ്കേതിക വിദ്യ എന്നീ വിഭാഗങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്. ഈ പരിശീലനം നൽകിയ ശേഷം ഈ പരിശീലിക്കാനുള്ള പഠനം, അതായത് നിങ്ങൾ ഇത് പഠിച്ചാൽ എവിടെ എത്തും, ഇതിൽ എന്തൊക്കെയാണ് ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷനുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. സാധാരണ മുൻപ് വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. ആ പീരീഡ് ആയിരിക്കും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇതിന് അധ്യാപകർക്ക് പ്രത്യേക ട്രെയിനിങ്ങും കൊടുക്കും. എന്തായാലും പാഠപുസ്തകങ്ങൾ തയ്യാറായിട്ടുണ്ട്. 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓപ്ഷണലാണ്. 8 വരെയുള്ള കുട്ടികൾക്ക് ഇത് നിർബന്ധമായും പഠിക്കണം. 9, 10 കുട്ടികൾക്ക് ഓപ്ഷണലാണ്. അവർക്ക് ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡ്, അതായത് ഇതിൽ ഇഷ്ടപ്പെടുന്ന ഒരു ട്രേഡ് ഏതെങ്കിലും താല്പര്യത്തോടു കൂടി പരിശീലനത്തോടു കൂടി പഠിക്കാം. അതുപോലെ മാധ്യമപ്രവർത്തനമാണെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൽ വിവിധ മേഖലകൾ, അതിലേതെല്ലാം പഠിക്കാം, എന്തിലെല്ലാം ഹയർ സ്റ്റഡീസ് നടത്താം എന്നിവയെല്ലാം കൃത്യമായി പഠിക്കാനാകും. എന്തായാലും SCERTയുടെ വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പാണ്. ഇതിനു മുന്നിൽ നിലവിൽ ഒരു മാതൃകകളില്ല. കേരളം അതിനൊരു മാതൃക വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും. ഈ 11 ട്രേഡുകൾ വരും വർഷങ്ങളിൽ കൂടുതൽ ട്രേഡുകളിലേക്ക്, കൂടുതൽ തൊഴിൽ മേഖലയിലേക്ക്, അതായത് പല മേഖലകൾ ഓരോ വർഷം കൂടുന്തോറും പുതിയ പുതിയ മേഖലകൾ തൊഴിൽ രംഗത്തേക്ക് വരുന്നു. അതിനനുസരിച്ച് ഈ പാഠപുസ്തകം വിപുലീകരിക്കാനും എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. വിപ്ലവകരമായ ചുവടുവയ്പ് 15ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി ആലപ്പുഴയിൽ ഈ ഉദ്യമത്തിന് തുടക്കം കുറിക്കും. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്.